എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഭജഗോവിന്ദത്തിലെ ശ്ലോകം 26. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതേ രോഗിൻകരണേ. കാമം ക്രോധം ലോഭം മോഹം ത്യക്ത്വാത്മാനം പശ്യതി സോഹം ആത്മജ്ഞാനാനവിഹീനാ മൂഢ തേ പശ്യന്തി നരകനിഗൂഢാ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. കാമം ക്രോധം ലോഭം മോഹം ത്യക്ത്വാ, കാമക്രോധ ലോപമോഹങ്ങൾ വെടിഞ്ഞ് ആത്മാനം ആത്മാവിനെ സോഹം അവനാണ് ഞാൻ എന്ന് പശ്യതി സാധകൻ കാണുന്നു. ആത്മജ്ഞാനവിഹീന മൂഢ, ആത്മജ്ഞാനമില്ലാത്തവൻ മൂഢരത്രേ. നരകനിഗൂഢാതെ പച്യന്തി, നരകത്തിൽ കിടന്ന് അവർ എരിപൊരികൊള്ളുന്നു. എങ്ങനെയായാൽ സാധകന് ആത്മസാക്ഷാത്കാരം നേടാമെന്ന് ഈ ശ്ലോകം വിവരിക്കുന്നു. മനസ്സിനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സർവ്വവികാരങ്ങളിൽ നിന്നും പൂർണ്ണമോചനം നേടാതെ, ബഹിർമുഖത വിടാതെ അന്തരാത്മാവിനെ കാണാനോ നിരതിശയമായ ആത്മാനന്ദം അനുഭവിക്കാനോ ആവില്ല. അതിനാൽ കാമക്രോധലോപമോഹങ്ങൾ വെടിഞ്ഞ് ഉത്സാഹത്തോടും ജാഗ്രതയോടും കൂടി സാധകൻ ആത്മദർശനത്തിന് പ്രയത്നിക്കണം. ഇങ്ങനെ പ്രയത്നിച്ച് കിട്ടുന്ന ആത്മദർശനമുണ്ടല്ലോ, അത് നാം ലോകത്തിലെ വസ്തുക്കളെ കാണും പോലെയോ അറിയും പോലെയോ ഒന്നുമല്ല. വസ്തുക്കളെ സംബന്ധിച്ച അറിവേ നമുക്കിന്നുള്ളൂ. അതായത് നമ്മിൽ നിന്ന് അന്യമായ പല വസ്തുക്കളെയും നാം അറിയുന്നു. അറിയുന്ന ഞാൻ വേറെ, എൻ്റെ അറിവിന് വിഷയമായ വസ്തു വേറെ. ഈ സാധാരണ അറിവ് പോലെയല്ല ആത്മജ്ഞാനം. എനിക്ക് അഥവാ ആത്മാവിനെ എന്നെ അഥവാ ആത്മാവിനെ എന്നിൽ നിന്ന് ആത്മാവിൽ നിന്ന് അന്യമായി കാണാൻ വയ്യല്ലോ. അപ്പോൾ ഞാൻ എന്നെ അഥവാ ആത്മാവിനെ അറിഞ്ഞു എന്നതിന് ആത്മാവാണ് ഞാൻ, സ അഹം സോഹം എന്ന സത്യാനുഭവം എനിക്ക് കൈവന്നു എന്നർത്ഥം. മറവിൽ പെട്ടുപോയ ഒന്നിനെ കണ്ടെത്തും പോലെയാണെന്നതെന്ന് പറയാം. ചിലപ്പോൾ താക്കോൽ കാണാതെ പരിഭ്രമിച്ച് നാം പലയിടത്തും തിരയാറുണ്ട്. അവസാനം സ്വന്തം പോക്കറ്റിൽ നിന്ന് അത് കണ്ടെത്തുകയും ചെയ്യും. അപ്പോൾ താക്കോൽ കിട്ടി എന്ന് നാം പറയാറുണ്ട്. എന്നാൽ ഇവിടെ കിട്ടുക എന്നത് വാസ്തവത്തിൽ ഉണ്ടായിട്ടല്ല. താക്കോൽ കീശയിൽ തന്നെ കിടന്നിരുന്ന വസ്തുത അറിയാതെ നഷ്ടപ്പെട്ടുവെന്ന് കരുതി കണ്ടെത്തിയപ്പോൾ താക്കോൽ കിട്ടി എന്ന് ഔപചാരികമായി പറഞ്ഞുവെന്ന് മാത്രം. അറിയപ്പെടേണ്ടതും അനുഭവിക്കപ്പെടേണ്ടതുമായ പരമസത്യം അഥവാ ആത്മാവ് മനുഷ്യൻ്റെ യഥാർത്ഥ സ്വരൂപം തന്നെയാണ്. കാമം ക്രോധം ലോഭം മോഹം തുടങ്ങിയ മനസ്സിലെ വികാരങ്ങൾ അതിനെ നമ്മിൽ നിന്ന് മറച്ചു പിടിച്ച് മട്ടാണിപ്പോൾ. പ്രസ്തുത വിക്ഷേപങ്ങൾ അടങ്ങിയാൽ അവയ്ക്ക് പിന്നിൽ ഒളിഞ്ഞു നിന്നിരുന്ന പരമാത്മാവ് സ്വയം വെളിപ്പെടും. മരച്ചുവട്ടിൽ കൃഷ്ണൻ്റെ വരവും കാത്തിരുന്ന രാധയുടെ ക്ഷമ നശിക്കാൻ തുടങ്ങി. ഉള്ളിൽ കോപം വരുന്നുമുണ്ട്, കൂടെ പരിഭ്രമവും. അപ്പോഴതാ പിന്നിലൂടെ 2 പരുത്ത കൈകൾ രാധയുടെ 2 കണ്ണുകളും പൊത്തുന്നു. അവൾ പ്രതിഷേധിക്കുന്നു, ദേഷ്യപ്പെടുന്നു, വ്യസനം സഹിക്കുന്നില്ല, വല്ലാതെ പേടിച്ചിട്ടുമുണ്ട്. തൻ്റെ കണ്ണുകൾ പൊത്തിയ കൈകളെ പിടിച്ചു മാറ്റാനാവുന്നതും ശ്രമിച്ചു നോക്കുന്നു. ചില നിലവിളിച്ചുകൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു. അവസാനമാണ് അറിയുന്നത്, തൻ്റെ കണ്ണുകൾ പൊത്തിയ കൈകൾ മറ്റാരുടേതുമല്ല, ഞാൻ കാത്തുകൊണ്ടിരിക്കുന്ന ഹൃദയേശ്വരൻ്റേതു തന്നെയാണെന്ന്. കാമാദി വികാരങ്ങൾ ഉള്ളിൽ നിന്ന് നീങ്ങുമ്പോൾ സച്ചിദാനന്ദ സ്വരൂപിയായ ആത്മാവ് സ്വയം പ്രകാശിക്കുകയുമായി. ആത്മസാക്ഷാത്കാരം നേരിട്ടില്ലാത്ത മനുഷ്യൻ്റെ സ്ഥിതി ദയനീയം തന്നെയാണ്. മനം മടുപ്പിക്കുന്ന ദുഃഖങ്ങളും പൊറുതിമുട്ടിക്കുന്ന കാമരാഗങ്ങളും കൊണ്ട് മനുഷ്യനെ നട്ടം തിരിക്കുന്ന എന്തോ ഒന്നാണ് ജീവിതം എന്ന് അയാൾ കരുതുന്നു. അത്തരക്കാർ മൂഢരത്രേ. ആത്മജ്ഞാനവിഹീനാ മൂഢ. ഞാൻ ആത്മാവാണ് എന്ന സത്യബോധം ഇല്ലായ്കയാൽ ഞാനൊരു ജീവനാണ് എന്ന മിഥ്യാബോധം ജനിക്കുന്നു.
പ്രസ്തുത മിഥ്യാബോധം മൂലമാണ് കാമക്രോധാദി വികാരങ്ങൾ പൊന്തിവന്ന് മനുഷ്യനെ ദുഃഖിപ്പിക്കുന്ന ഒരു മഹാനരകമായി രൂപപ്പെടുന്നത്. ഉള്ളിലെ വികാരങ്ങളുടെ സമ്മർദ്ദത്തിൽ നിലതെറ്റിയും അവയുടെ സമ്മർദ്ദത്താൽ വീർപ്പുമുട്ടിയും അവശനും നിരാശനുമായി തനിക്കു വേണ്ടി താൻ തന്നെ നിർമ്മിച്ച നരകത്തിൽ കിടന്ന് മനുഷ്യൻ ദുരിതമനുഭവിക്കുന്നു. കാമാദി വികാരങ്ങൾ വരുത്തിവെക്കുന്ന വിനയെക്കുറിച്ച് ശ്രീ ശങ്കരൻ്റെ മറ്റൊരു ശ്ലോകത്തിൽ പറയുന്നത് കേൾക്കുക. കാമക്രോധശ്ച ലോഭശ്ച ദേഹേ തിഷ്ഠന്തി തസ്കരാഃ ജ്ഞാനരത്നാപഹാരായ തസ്മാ ജാഗ്രത ജാഗ്രത. കാമം, ക്രോധം, ലോഭം എന്നീ 3 കള്ളന്മാർ ജ്ഞാനരത്നം മോഷ്ടിക്കാൻ തക്കവും നോക്കി നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിനാൽ ജാഗരൂകരായിരിക്കൂ, ജാഗ്രത പാലിക്കൂ. ചുരുക്കത്തിൽ ആശയം ഇതാണ്: കാമക്രോധാദി വികാരങ്ങളെ ഉള്ളിൽ നിന്ന് നീക്കി അന്തരാത്മാവിനെ കണ്ടെത്തൂ. പരമാത്മാവ് തന്നെ ഞാൻ എന്ന സത്യം സ്വയം സാക്ഷാത്കരിക്കൂ. അപ്പോഴേ ജന്മം സഫലമാവൂ. വാസ്തവത്തിൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ജീവൻ എന്നത് വെറുമൊരു തോന്നൽ മാത്രം. ആ തോന്നലിനെ ഈശ്വരനിൽ അർപ്പിക്കൂ. ജീവൻ ജീവനിൽ ലയിക്കട്ടെ. സമ്യജ്ഞാനത്തിൻ്റെ സഹായത്താൽ ജീവനാണ് ഞാനെന്ന മിഥ്യാബോധമകറ്റി ശിവനാണ് ഞാനെന്ന സത്യബോധം ദൃഢമാക്കൂ. ഞാനും മറ്റുള്ളവരും വേറെ വേറെയല്ല, ഒന്നു തന്നെ, സർവം ബ്രഹ്മമയം എന്ന അദ്വൈതാനുഭൂതിയിലൂടെ അനന്താനന്ദ നിർവൃതിയിലാണ്ട് കൃതകൃത്യനാവൂ. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണം.